+2 സുവോളജിയുടെ ബോർഡ് എക്സാമിനേഷന്റെ 2 മാർക്കിന്റെ ചോദ്യങ്ങളാണ് ഇവിടെ നമ്മൾ പരിചയപ്പെടുന്നത്. മുൻ വർഷങ്ങളിൽ 2 മാർക്കിന് ചോദിച്ചിട്ടുള്ള ഒരുപാട് ചോദ്യപേപ്പറുകൾ ഒരുമിച്ച് ഡിസ്കസ് ചെയ്യുകയാണ് ഇവിടെ. ഇത് തീർച്ചയായിട്ടും 1 മാർക്കിനും 2 മാർക്കിനും ഉള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ കൂടി നിങ്ങളെ സഹായിക്കും. 1 മാർക്കിന്റെ വീഡിയോ നമ്മൾ നേരത്തെ ഇതേ ചാനലിൽ തന്നെ ചെയ്തിട്ടുണ്ട്. വേണ്ട ആൾക്കാർക്ക് അതും കൂടി കണ്ട് എളുപ്പത്തിൽ മാർക്ക് സ്കോർ ചെയ്യാം. നേരെ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. The graph given below shows the ovarian events and ovarian hormone levels during menstrual cycle. ആ മെൻസ്ട്രൽ സൈക്കിളിന്റെ പിക്ചർ ആണ് കൊടുത്തേക്കുന്നത്. അതിൽ തന്നെ ഒവേറിയൻ ഇവന്റ്സ് ആണ് അതിൻ്റെ അകത്ത് കാണിച്ചിരിക്കുന്നത്. ഇതിൽ 2 ചോദ്യങ്ങളാണ് നമുക്കുള്ളത്. നെയിം ഹോർമോൺസ് എ ആൻഡ് ബി, അതേപോലെ റൈറ്റ് ദി ഒവേറിയൻ ഇവന്റ്സ് ഡ്യൂറിങ് ലൂട്ടിയൽ ഫേസ് എന്നാണ് ചോദ്യം. അതിൽ എ കാണുമ്പോഴേ നമുക്കറിയാം 14th ഡേക്ക് ശേഷമാണ് എയുടെ ലെവല് കൂടുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അത് പ്രൊജസ്റ്ററോൺ ആണ്. 14 ദിവസത്തിന് മുമ്പ്, ഓവുലേഷന് മുമ്പ് മാക്സിമത്തിൽ എത്തുന്നത് നമുക്കറിയാം ഒവേറിയൻ ഇവന്റ്സ് ആയതുകൊണ്ട് ബി ആരായിരിക്കും? ഇസ്ട്രജൻ ആയിരിക്കും. ഇസ്ട്രജൻ അതിന്റെ പീക്കിലേക്ക് പോകുന്നത് 14th ദിവസത്തിന് മുമ്പെയാണ്. അപ്പൊ ബി ഇസ്ട്രജൻ ആണ്. ഇനി ലൂട്ടിയൽ ഫേസിലെ ഒവേറിയൻ ഇവന്റ്സ് എന്തൊക്കെയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം ഗ്രാഫിയം ഫോളിക്കിൾ ട്രാൻസ്ഫോം ചെയ്ത് അത് കോർപ്പസ് ലൂട്ടിയമായിട്ട് മാറും, ഇല്ലേ? ഗ്രാഫിയം ഫോളിക്കിൾ ആയിരുന്നു 14th ഡേ വരെ ഉണ്ടായിരുന്നത്. 14th ഡേക്ക് ശേഷമാണ് ലൂട്ടിയൽ ഫേസ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ആ ലൂട്ടിയൽ ഫേസിലേക്ക് എത്തുമ്പോഴേക്കും ഗ്രാഫിയം ഫോളിക്കിളിന് പകരം കോർപ്പസ് ലൂട്ടിയമായി മാറിയിട്ടുണ്ടാവും. ആ കോർപ്പസ് ലൂട്ടിയം കണ്ടിന്യൂസ് ആയിട്ട് ധാരാളം എന്തിനെ സെക്രീറ്റ് ചെയ്യും? പ്രൊജസ്റ്ററോണിനെ സെക്രീറ്റ് ചെയ്യും. ഇതൊക്കെ ലൂട്ടിയൽ ഫേസിൽ നടക്കുന്നതാണ്. ഈ കോർപ്പസ് ലൂട്ടിയത്തിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൊജസ്റ്ററോൺ ആണ് എൻഡോമെട്രിയൽ വാളിനെ പിന്നീട് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചാൽ നമുക്ക് ആ 2 മാർക്ക് കിട്ടും. പ്ലാസെന്റ ആൾസോ ആക്ട് ആസ് എൻ എൻഡോക്രൈൻ ടിഷ്യൂ and produce several hormones. നമുക്കറിയാവുന്ന സ്റ്റേറ്റ്മെന്റ് തന്നെയാണ്. നെയിം എനി 2 placental hormones, റൈറ്റ് 2 functions of placenta. അതിൽ തന്നെ അതർ ദാൻ എൻഡോക്രൈൻ ഫംഗ്ഷൻ എന്ന് പ്രത്യേകം കൊടുത്തിട്ടുണ്ട്. കാരണം ഓൾറെഡി തന്നെ അത് മെൻഷൻ ചെയ്തിട്ടുണ്ടല്ലോ. ഈ ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്ക് വരാൻ നമുക്ക്. അതിൽ നെയിം എനി 2 placental hormones എന്നാണ് പറയുന്നത്. അപ്പോൾ പ്ലാസെന്റയുടെ ഹോർമോൺസ് പറയുമ്പോൾ ഹ്യൂമൻ കോറിയോണിക് ഗൊണാഡോട്രോപ്പിൻസ് ഉണ്ട്, ഹ്യൂമൻ പ്ലാസെന്റൽ ലാക്ടോജൻസ് ഉണ്ട്, ഇസ്ട്രജൻ സെക്രീറ്റ് ചെയ്യാറുണ്ട്, അതേപോലെ തന്നെ പ്രൊജസ്ട്രോണും നമ്മുടെ പ്ലാസെന്റ സെക്രീറ്റ് ചെയ്യാറുണ്ട്. അപ്പൊ ഇതിൽ ഏതെങ്കിലും 2 എഴുതിയാൽ നമ്മൾക്ക് അതിന്റെ 1 മാർക്ക് കിട്ടും. ഇനി 2 ഫങ്ഷൻസ് ആണ് പറയുന്നത്. എൻഡോക്രൈൻ പാർട്ട് അല്ലാത്ത ഫങ്ഷൻസ് ആണ് പറയുന്നത്. അപ്പൊ അതിനകത്ത് ഇറ്റ് ഫെസിലിറ്റേറ്റ് ദി സപ്ലൈ ഓഫ് ഓക്സിജൻ ആൻഡ് ന്യൂട്രിയൻസ് ടു ദി എംബ്രിയോ. എംബ്രിയോക്ക് വേണ്ട ന്യൂട്രിയൻസും ഓക്സിജനും ഒക്കെ കൊടുക്കുന്നത് പ്ലാസെന്റയാണ്. അതേപോലെ തന്നെ കുട്ടിയിലുണ്ടാവുന്ന എക്സ്ക്രീറ്ററി വേസ്റ്റുകളും കാർബൺ ഡൈ ഓക്സൈഡ് അടക്കമുള്ള വേസ്റ്റുകൾ എലിമിനേറ്റ് ചെയ്യാൻ സഹായിക്കുന്നതും പ്ലാസെന്റയാണ്. ഇനി അടുത്ത ചോദ്യം, വാട്ട് ആർ IUDs? നെയിം 1 കോപ്പർ റിലീസിങ് ആൻഡ് 1 ഹോർമോൺ റിലീസിങ് IUDs. IUDs എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇൻട്രാ യൂട്രൈൻ ഡിവൈസസ് ആണ്. ഈ ഡിവൈസുകൾ ഒരു ഡോക്ടറോ ഒരു എക്സ്പെർട്ടൈസ് ഉള്ള ഒരു നഴ്സോ വജൈനൽ ട്രാക്കിലൂടെ യൂട്രസിനുള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്ത് വെക്കുന്ന തരം ഡിവൈസസിനെയാണ് നമ്മൾ ഇൻട്രാ യൂട്രൈൻ ഡിവൈസസ് എന്ന് വിളിക്കുക. മറന്നു പോകരുത്, ഇതൊന്നും ആവർത്തിക്കുന്നുണ്ട് ഈ ചോദ്യം. അതിൽ ഒരു കോപ്പർ റിലീസിങ് IUDയോ ഒരു ഹോർമോൺ റിലീസിങ് IUDയോ ആണ് നിങ്ങളോട് ചോദിച്ചേക്കുന്നത്. കോപ്പർ റിലീസിങ് IUD ആണെങ്കിൽ നമ്മൾക്ക് വളരെ എളുപ്പമാണ്. കോപ്പർ T, കോപ്പർ 7, മൾട്ടി ലോഡ് 375, ഈ 3 ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി ഇവിടെ. ഇനി ഹോർമോൺ റിലീസിങ് IUD ആണെങ്കിൽ നമുക്കറിയാം പ്രഗ്നൻസി പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് പ്രൊജസ്ട്രോൺ ആണ്. അങ്ങനെയാണെങ്കിൽ പൊതുവെ എല്ലാ ഇതുപോലുള്ള ഡിവൈസുകളിലും ഉണ്ടാവുന്നതും പ്രൊജസ്ട്രോൺ ആയിരിക്കും. അപ്പോൾ പ്രൊജസ്ട്രോണിന്റെ പേര് വെച്ചുകൊണ്ടുള്ള ഒരു IUD പ്രൊജസ്റ്റാ സെറ്റ്. അതേപോലെ LNG-20, അത് പ്രൊജസ്ട്രോണിന്റെ ഒരു ആർട്ടിഫിഷ്യൽ ഫോം ആണെന്നൊക്കെ മനസ്സിലാക്കി വെച്ചേക്കുക. അപ്പോൾ പ്രൊജസ്റ്റാ സെറ്റും LNG-20 ആണ് ഹോർമോൺ റിലീസിങ് IUDs. അതിന്റെ 2 മാർക്കും നമുക്ക് എളുപ്പത്തിൽ കിട്ടും. ഇനി നമുക്ക് ഒരു മാച്ച് ദി ഫോളോയിങ് ആണ്. ഒരു സൈഡിൽ ജനറ്റിക് ഡിസോർഡേഴ്സും കൊടുത്തിട്ടുണ്ട്, ഓപ്പോസിറ്റ് സൈഡിൽ അതിന്റെ ജനറ്റിക് റീസണും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എഫിഷ്യന്റ് ആയിട്ട് മാച്ച് ചെയ്യാം, എളുപ്പമാണ്. ക്ലൈൻഫെൽറ്റേഴ്സ് സിൻഡ്രോം നമുക്കറിയാം പ്രസൻസ് ഓഫ് എൻ എക്സ്ട്രാ ക്രോമസോം ഇൻ മെയിലാണ്. കാരണം XXY കണ്ടീഷനിലാണ് ക്ലൈൻഫെൽറ്റേഴ്സ് സിൻഡ്രോം വരിക. ഡൗൺ സിൻഡ്രോം ആണ് എപ്പോഴും ആവർത്തിച്ച് ചോദിക്കുന്നത്. അത് 21st ട്രൈസോമി ആണെന്ന് അറിയാത്ത ഒരാളും ഉണ്ടാവില്ല. ഇനി ടേണേഴ്സ് സിൻഡ്രോം എന്ന് പറഞ്ഞാൽ ഒരു X ക്രോമസോം കുറവുള്ള അവസ്ഥയാണ്. അപ്പോൾ ഒരു X ക്രോമസോം കുറവുള്ള അവസ്ഥ, ലാക്ക് ഓഫ് X ക്രോമസോം ഇൻ ഫീമെയിൽസ്. X0 കണ്ടീഷനാണ് ടേണേഴ്സ് സിൻഡ്രോം. മറക്കരുത്, X0 കണ്ടീഷനാണ് ടേണേഴ്സ് സിൻഡ്രോം. ഇനി ബാക്കി ഒരേ ഓപ്ഷനേ ഉള്ളൂ, ഫിനൈൽ കീറ്റനൂറിയ. അതെന്തുകൊണ്ടാണ്? ഡ്യൂ ടു ആൻ ഓട്ടോസോമൽ റിസസീവ് ട്രേറ്റ് ആണ്. ഇതൊക്കെ കിട്ടിയാൽ എത്ര പെട്ടെന്നാണ് നമുക്ക് പ്രിൻസിപ്പിൾസിലെ മാർക്ക് കിട്ടുക. ഇനി നോക്കണേ, സ്കീമാറ്റിക് റെപ്രസെന്റേഷൻ ഓഫ് എ ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ് ഈസ് ഗിവൺ.
ഒരു ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റിന്റെ സ്കീമാറ്റിക് റെപ്രസെന്റേഷൻ കൊടുത്തിട്ടുണ്ട്. അതിൽ പ്രൊമോട്ടർ കൊടുത്തിട്ടുണ്ട്, ട്രാൻസ്ക്രിപ്ഷൻ അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ട്, ടെംപ്ലേറ്റ് സ്ട്രാൻഡ് കൊടുത്തിട്ടുണ്ട്. പക്ഷെ അവിടെ എ എന്താണെന്നും ബി എന്താണെന്നും മാർക്ക് ചെയ്യാനാണ് ചോദ്യം. അപ്പോൾ ഓട്ടോമാറ്റിക്കലി പ്രൊമോട്ടർ ട്രാൻസ്ക്രിപ്ഷൻ സ്റ്റാർട്ട് സൈറ്റ് ആണെങ്കിൽ എയിലെത്തുമ്പോഴല്ലേ അത് അവസാനിക്കുക. അവസാനിക്കുന്ന സൈറ്റിന് നമ്മൾ ടെർമിനേറ്റർ എന്നല്ലേ പറയാ. പ്രൊമോട്ടർ പ്രൊമോട്ട് ചെയ്യുന്ന സ്ഥലവും ടെർമിനേറ്റർ അത് അവസാനിക്കുന്ന സ്ഥലവുമാണ്. അങ്ങനെയാണെങ്കിൽ എ എന്താണ്? ടെർമിനേറ്റർ ആണ്. ഇനി ഒരു ഡി എൻ എയിലെ ഒരു സ്ട്രാൻഡ് ടെംപ്ലേറ്റ് സ്ട്രാൻഡ് ആണെങ്കിൽ, അതായത് 3' to 5' പ്രൊമോട്ടറിൽ വരുന്ന സ്ട്രാൻഡ് ടെംപ്ലേറ്റ് സ്ട്രാൻഡ് ആണെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് സ്ട്രാൻഡ് എന്തായിരിക്കും? കോഡിംഗ് സ്ട്രാൻഡ് ആയിരിക്കും, ഇല്ലേ? അപ്പൊ ബി ഏതാണ്? കോഡിംഗ് സ്ട്രാൻഡ് ആണ്. വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ എ ആൻഡ് ബി ആയിരുന്നു നമ്മളോട് ഫില്ലപ്പ് ചെയ്യാൻ പറഞ്ഞത്. അത് നമുക്ക് കിട്ടി. റൈറ്റ് ദി റോൾ ഓഫ് ടെംപ്ലേറ്റ് സ്ട്രാൻഡ് ഇൻ ട്രാൻസ്ക്രിപ്ഷൻ എന്നാണ് ചോദ്യം. ഇനി ടെംപ്ലേറ്റ് സ്ട്രാൻഡിനെ പറ്റിയാണ് ക്വസ്റ്റ്യന്. അതെന്താ ചെയ്യുന്നത്? അതിലാണ് പ്രോട്ടീനിന് കറക്റ്റായിട്ട് കോഡ് ചെയ്തേക്കുന്നത്. അതിലുള്ള കോഡിംഗ് സീക്വൻസിൽ നിന്നാണ് നമ്മളുടെ HNRNA അല്ലെങ്കിൽ മെസഞ്ചർ RNA ഉണ്ടാവുക. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? ഇറ്റ് ഡിറ്റർമിൻസ് ദി ബേസ് സീക്വൻസ് ഇൻ mRNA, അല്ലെങ്കിൽ DNA ഡിപ്പെൻഡന്റ് RNA പോളിമറേസ് മൂവ് അലോങ് ദി സ്ട്രാൻഡ് ടു പ്രൊഡ്യൂസ് mRNA. DNA ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള RNA പോളിമറേസ് ആ ടെംപ്ലേറ്റ് സ്ട്രാൻഡിലൂടെ നീങ്ങിയിട്ടാണ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? മെസഞ്ചർ RNA പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതല്ലെങ്കിൽ അതാണ് ഒറിജിനൽ സീക്വൻസ് ഫോർ പ്രോട്ടീൻ പ്രൊഡക്ഷൻ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പൊ ആ ചോദ്യവും നമ്മൾക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതായിരുന്നു. ഇനി അടുത്തത് ഡിഫൈൻ അനലോഗസ് ഓർഗൻസ്. അതിന്റെ രണ്ടാമത്തെ പാർട്ട് ഐഡന്റിഫൈ അനലോഗസ് ഓർഗൻസ് ഫ്രം ദി ഗിവൺ എക്സാമ്പിൾസ് എന്നാണ് ക്വസ്റ്റ്യൻ. ആദ്യം അനലോഗസ് ഓർഗൻസ് എന്താണ് എന്ന് നോക്കാം. ദ ഓർഗൻസ് ദാറ്റ് ആർ ഹാവിംഗ് സിമിലർ ഫംഗ്ഷൻ ബട്ട് ഡിഫർ ഇൻ സ്ട്രക്ചർ ആൻഡ് ഒറിജിൻ. സ്ട്രക്ചർ കൊണ്ടും ഒറിജിൻ കൊണ്ടും എന്തായിരിക്കും? ഡിഫറൻ്റ് ആയിരിക്കും. പക്ഷെ ഫംഗ്ഷൻ എന്തായിരിക്കും? സിമിലർ ആയിരിക്കും. അപ്പോൾ വളരെ ഡിസ്റ്റന്റ് ആയിട്ടുള്ള ജീവികളിൽ ആണ് സ്ട്രക്ചേഴ്സ് ഡിഫറെന്റ് ഉണ്ടാവുക, പക്ഷെ അവിടെ ചില ഓർഗൻസിന്റെ ഫങ്ഷൻസ് സിമിലർ ആയിരിക്കും. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? അനലോഗസ് ഓർഗൻസ്. നേരെ തിരിച്ചുള്ളതിനെ ഹോമലോഗസ് ഓർഗൻസ് എന്നാണ് വിളിക്കുക. അതായത് സ്ട്രക്ചറലി സിമിലർ, ഫങ്ഷണലി ഡിസിമിലർ ആയിട്ടുള്ളത്. ഇവിടെ നമുക്ക് അനലോഗസ് ഓർഗൻസ് ഏതൊക്കെയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അതിൽ ഒന്നാമത്തത് ഐസ് ഓഫ് ഒക്ടോപ്പസ് ആൻഡ് മാമൽസ് ആണ്. ഇവിടെ നമുക്കറിയാം ഒക്ടോപ്പസും മാമൽസും വളരെ ഡിസ്റ്റന്റ് ആയിട്ടുള്ള ജീവികളാണ്. പക്ഷെ അവരുടെ കണ്ണുകളുടെ ഫംഗ്ഷൻ ഒരുപോലെയാണ്. ക്യാമറ ടൈപ്പ് ഐ ആണ്. അങ്ങനെയാണെങ്കിൽ അവരുടെ കണ്ണുകൾക്ക് സ്ട്രക്ചറലി വലിയ സിമിലാരിറ്റി ഒന്നുമില്ല, പക്ഷെ ഫങ്ഷണലി രണ്ടും എന്താണ്? സെയിം ആണ്. ഇനി വേർട്ടിബ്രേറ്റ് ഹാർട്സിലേക്ക് വരുമ്പോൾ വേർട്ടിബ്രേറ്റ്സ് എല്ലാവരും തന്നെ ക്ലോസ്ലി റിലേറ്റഡ് ആണ്. അതുകൊണ്ട് നമുക്ക് ഹോമലോഗസ് ഓർഗൻസ് എന്നാണ് പറയാൻ പറ്റുക. ഇനി ബട്ടർഫ്ലൈയും ബേർഡും വരുമ്പോൾ അവിടെ നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാവും ഡിസ്റ്റന്റ്ലി റിലേറ്റഡ് ആയിട്ടുള്ള ജീവികളാണ്. അപ്പൊ അവരുടെ രണ്ടിന്റെയും വിങ്സിന്റെ സ്ട്രക്ചർ തമ്മിൽ ഒരു ബന്ധവുമില്ല, പക്ഷെ ഫങ്ഷണലി രണ്ടും പറക്കാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇനി അടുത്തത് ഫോർലിംസ് ഓഫ് ചീറ്റ ആൻഡ് ഹ്യൂമൻ ആണ്. ഇതും നമുക്കറിയാം മാമൽസിൽ പെട്ട ടീം തന്നെയാണ്. ഇവരുടെയൊക്കെ കൈയിന്റെ സ്ട്രക്ചറിൽ, ഫോർലിംബിന്റെ സ്ട്രക്ചറിൽ എന്തുണ്ട്? സിമിലാരിറ്റി ഉണ്ട്. അതുകൊണ്ട് ഇത് രണ്ടും, അതായത് വേർട്ടിബ്രേറ്റ് ഹാർട്സും ഫോർലിംസ് ഓഫ് ചീറ്റ ആൻഡ് ഹ്യൂമാനും എന്താണ്? ഹോമലോഗസ് ഓർഗൻസിന് എക്സാമ്പിൾ ആണ്. അങ്ങനെയും ചോദ്യം വരാമല്ലോ. ഐസ് ഓഫ് ഒക്ടോപ്പസ് ആൻഡ് മാമൽസ്, വിങ്സ് ഓഫ് ബട്ടർഫ്ലൈ ആൻഡ് ബേർഡ് ആണ് ഈ ചോദ്യത്തിന്റെ ഉത്തരം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, യൂസിങ് ഗിവൺ ടേംസ് ഇൻ ബ്രാക്കറ്റ്സ് കംപ്ലീറ്റ് ദി ഫോളോയിങ് എവല്യൂഷണറി സ്റ്റേജസ് ഓഫ് മാൻ. എന്നിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട് ഹോമോസാപ്പിയൻസ്, ഹോമോ ഹാബിലിസ്, ഹോമോ ഇറക്ടസ്, ആസ്ട്രലോപിത്തസിൻസ്. ഇങ്ങനെയൊക്കെ ക്ലൂസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആൻസർ എടുക്കാൻ വളരെ സുഖമാണ്. അതിൽ ഡ്രയോപിത്തേക്കസിൽ നിന്നും റാമാപിത്തേക്കസ് ഉണ്ടാവുന്നു. ദെൻ ഏതാണ്? ആസ്ട്രലോപിത്തസിൻസ് ആണ്. അതിനുശേഷം ഹോമോ ഹാബിലിസ് ആണ്. പിന്നെ ഹോമോ ഇറക്ടസ് ആണ്. അതിനുശേഷം നിയാൻഡർത്താൽ മാൻ ആണ്. അവസാനം ഹോമോ സാപ്പിയൻസ് ആണ്. ഇത് തൊട്ടടുത്ത വർഷത്തെ ചോദ്യപേപ്പറിലും ഇതുപോലെ തന്നെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഓർഡർ തെറ്റിക്കരുത്. എവല്യൂഷനിൽ നിന്നും ഏറെക്കുറെ ഉറപ്പുള്ള ഒരു ചോദ്യമാണ് ഇത്. ഇനി ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ആക്റ്റീവ് ആൻഡ് പാസീവ് ഇമ്മ്യൂണിറ്റി ആണ് കൊടുത്തേക്കുന്നത്. അപ്പൊ നമുക്ക് ഇത് രണ്ട് കോളമാക്കിയിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ ഉടനെ തന്നെ രണ്ട് കോളമാക്കിയിട്ടാണ് ചെയ്യേണ്ടത്. അപ്പൊ ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി എന്താണ് എന്ന് നോക്കാം. ആക്റ്റീവ് ഇമ്മ്യൂണിറ്റിയിൽ ആന്റിബോഡീസ് ആർ പ്രൊഡ്യൂസ്ഡ് ഇൻ ദി ഹോസ്റ്റ് ബോഡി വെൻ പാത്തജൻസ് എൻറ്റേർഡ് ഇൻ ടു ദി ബോഡി. അവിടെ ആ ജീവിയിൽ തന്നെ ആന്റിബോഡി പ്രൊഡ്യൂസ് ചെയ്യും. ആര് കയറി വന്നാൽ, ഒരു പാത്തജൻ ബോഡിയിലേക്ക് കയറി വന്നാൽ ആ ബോഡി തന്നെ ഒരു ആന്റിബോഡി പ്രൊഡ്യൂസ് ചെയ്യും. എന്നാൽ പാസീവ് ഇമ്മ്യൂണിറ്റിയിലോ റെഡിമെയ്ഡ് ആന്റിബോഡീസ് ആർ ഡയറക്ട്ലി ഇൻജക്റ്റഡ് ഇൻ ടു ദി ബോഡി. പുറത്ത് വേറെ ഏതെങ്കിലും ജീവിയിൽ പാത്തജനെ ഇഞ്ചക്ട് ചെയ്ത് നമ്മൾ ഉണ്ടാക്കിയ റെഡിമെയ്ഡ് ആന്റിബോഡീസ് ആ ആളുടെ ശരീരത്തിലേക്ക് ഇഞ്ചക്ട് ചെയ്ത് ടെമ്പററി ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്ന ഇമ്മ്യൂണിറ്റിയാണ് ഏത്? പാസീവ് ഇമ്മ്യൂണിറ്റി. ഇനി ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി സ്ലോ ഇൻ ആക്ഷൻ ആണ്. പാത്തജൻ അറ്റാക്ക് ചെയ്ത് ബോഡിയിൽ T ലിംഫോസൈറ്റ്സും B ലിംഫോസൈറ്റ്സും ഒക്കെ വർക്ക് ചെയ്ത് സ്ലോ ആയിട്ടാണ് ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി വർക്ക് ചെയ്യുക. പക്ഷേ പാസീവ് ഇമ്മ്യൂണിറ്റി വളരെ ഫാസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യും. കാരണം നമ്മൾ റെഡിമെയ്ഡ് ആന്റിബോഡീസ് ഡയറക്റ്റ് ആയിട്ട് ഇഞ്ചക്ട് ചെയ്തിരിക്കുകയാണ്.
ഇനി ആക്റ്റീവ് ഇമ്മ്യൂണിറ്റിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രോപ്പർട്ടി എന്താന്ന് പറഞ്ഞാൽ അതിന് മെമ്മറി ഉണ്ട്. അതായത് നേരത്തെ വന്ന പാത്തജൻസിനെ ഓർത്തു വെക്കാനുള്ള കപ്പാസിറ്റി അതിനുണ്ട്. എന്നാൽ പാസീവ് ഇമ്മ്യൂണിറ്റിക്ക് എന്തില്ല? ഈ ഒരു മെമ്മറി ഇല്ല. ഇനി ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി ലോങ് ടേം ആക്ഷൻ ആണ്. കാരണം എന്തുണ്ട്? മെമ്മറി ഉണ്ട്. അതേസമയം പാസീവ് ഇമ്മ്യൂണിറ്റി വളരെ ഷോർട്ട് ടേമിൽ മാത്രം, ആ റെഡിമെയ്ഡ് ആന്റിബോഡി ഇഞ്ചക്ട് ചെയ്ത സമയത്തേക്ക് മാത്രമാണ് അത് ഉണ്ടാവുക. അപ്പൊ ലൈഫ് ലോങ് ആയിട്ട് ഇല്ലാത്ത ഇമ്മ്യൂണിറ്റിയാണ് ഇത് പാസീവ് ഇമ്മ്യൂണിറ്റി. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് വരാം. സേ യെസ് ടു ലൈഫ്, നോ ടു ഡ്രഗ്. റൈറ്റ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് മെഷേഴ്സ് that would be useful for prevention and control of alcohol and drug abuse among adolescents. ഏതെങ്കിലും 4 റെലവൻറ്റ് പോയിന്റ്സ് എഴുതാനാണ് പറയുന്നത്. ഇത് നിങ്ങൾക്കറിയാം, NCERT ടെക്സ്റ്റ് തന്നെ കറക്റ്റ് ആയിട്ട് ഹെഡിങ് കൊടുത്ത് 5 പോയിന്റ്സ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് നമുക്ക് ഓരോ ഹെഡിങ് ആയിട്ട് കൊടുത്താൽ തന്നെ നമുക്ക് മാർക്ക് കിട്ടും. ഇവിടെ അവോയ്ഡ് അൺഡ്യൂ പീർ പ്രഷർ, അതേപോലെ പ്രോപ്പർ എഡ്യൂക്കേഷൻ ആൻഡ് കൗൺസിലിംഗ്, പ്രൊവൈഡിങ് ഹെൽപ്പ് ഫ്രം പാരൻസ് ആൻഡ് പീർ, ലുക്കിംഗ് ഫോർ ഡേഞ്ചർ സൈൻസ്, സീക്ക് പ്രൊഫഷണൽ ഹെൽപ്പ് ആസ് ഏർലിയസ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എഴുതി വെക്കാം. ഇതുമായിട്ട് ബന്ധപ്പെട്ട അത്യാവശ്യം ഇതിനോട് സിമിലർ ആയിട്ടുള്ള പോയിന്റ്സ് നിങ്ങൾ എഴുതി വെച്ചാലും നിങ്ങൾക്ക് ഈ ചോദ്യത്തിന് മാർക്ക് കിട്ടും കേട്ടോ. ഇനി 2 ബയോ ആക്റ്റീവ് മോളിക്യൂൾസ് ആർ ഗിവൺ. 2 ബയോ ആക്റ്റീവ് മോളിക്യൂൾസ് തന്നിട്ടുണ്ട്. സൈക്ലോസ്പോറിൻ എയും സ്ട്രെപ്റ്റോകൈനേസുമാണ് തന്നത്. നെയിം ദി മൈക്രോബ് വിച്ച് പ്രൊഡ്യൂസസ് ദിസ് ബയോ ആക്റ്റീവ് മോളിക്യൂൾസ്, റൈറ്റ് ഇറ്റ്സ് യൂസ്. ഇത് രണ്ടുമാണ് ചോദ്യം. അപ്പോൾ സൈക്ലോസ്പോറിൻ എ ഏത് മൈക്രോബാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? സൈക്ലോസ്പോറിൻ എ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ട്രൈക്കോഡെർമ പോളിസ്പോറമാണ്. അത് അതിന്റെ ഫംഗ്ഷൻ എന്താണ്? ഇമ്മ്യൂണോ സപ്രസർ ഡ്രഗ് ആണ്. അപ്പൊ നമുക്ക് ഇത്ര എളുപ്പത്തിലാണ് മാർക്ക് കിട്ടുന്നത്. ഇമ്മ്യൂണോ സപ്രസർ ഏജന്റ് ആണ് സൈക്ലോസ്പോറിൻ എ. ഇനി സ്ട്രെപ്റ്റോകൈനേസ് എന്ന് പറയുന്നത് സ്ട്രെപ്റ്റോകോക്കസ് എന്ന ബാക്ടീരിയയിൽ നിന്ന് കിട്ടുന്നതാണ്. ഇത് ബ്ലഡ് ക്ലോട്ട് റിമൂവ് ചെയ്യാൻ സഹായിക്കുന്ന ക്ലോട്ട് ബസ്റ്റർ ആണ്. ഈ ഭാഗത്ത് നിന്ന് സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻ ഉണ്ട്, അത് നോക്കാതെ നിങ്ങൾ പോകരുത്. ഈ കൂട്ടത്തിലാണ് സ്റ്റാറ്റിൻസും കൂടി വരിക കേട്ടോ. ഇനി എ ഫിഗർ ഷോയിങ് ദി ഗ്ലോബൽ ബയോഡൈവേഴ്സിറ്റി ഓഫ് ഇൻവെർട്ടിബ്രേറ്റ്സ് ആൻഡ് വെർട്ടിബ്രേറ്റ്സ് ആർ ഗിവൺ. അവിടെ ഇൻവെർട്ടിബ്രേറ്റയുടെയും വെർട്ടിബ്രേറ്റയുടെയും ആ ഒരു പൈ ചാർട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത്ര എളുപ്പമുള്ള ചോദ്യമാണ് ചോദിച്ചേക്കുന്നത്. എ ഐഡന്റിഫൈ ദി മോസ്റ്റ് ഡൈവേഴ്സ് ഗ്രൂപ്പ്സ് ഇൻ വെർട്ടിബ്രേറ്റ്സ് ആൻഡ് ഇൻവെർട്ടിബ്രേറ്റ്സ്. വെർട്ടിബ്രേറ്റ്സിലും ഇൻവെർട്ടിബ്രേറ്റ്സിലും ഏറ്റവും ഡൈവേഴ്സ് ആയിട്ടുള്ള ഗ്രൂപ്പ് ഏതാണ് എന്നാണ്. അതിൽ വെർട്ടിബ്രേറ്റ്സ് കാണുമ്പോഴേ അറിയാം പകുതിയോളം ആരാണ്? ഫിഷസ് ആണ്. ഇൻവെർട്ടിബ്രേറ്റ്സിൽ ഏറ്റവും കൂടുതൽ കിടക്കുന്നത് ആരാണ്? ഇൻസെക്ട്സ് ആണ്. അത് ആ പൈച്ചാർട്ട് കാണുമ്പോൾ തന്നെ നമുക്ക് എളുപ്പത്തിൽ ഉത്തരം എഴുതാൻ പറ്റിയ ചോദ്യമാണ്. ഇനി വാട്ട് ആർ ദി ഇമ്പോർട്ടൻറ്റ് ലെവൽസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി ആണ്. ആ ലെവൽസിന്റെ പേര് മാത്രം എഴുതിയാൽ മതി. ചിലപ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് എക്സാമിനേഷന് അത് ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കാനും അത് ആരാണ് പ്രപ്പോസ് ചെയ്തതെന്ന് ചോദിക്കാനും ഒക്കെ ഉള്ള സാധ്യതയുണ്ട്. അത് പഠിക്കണേ. ഏതൊക്കെയാണ് 3 ലെവൽസ്? ജനറ്റിക് ഡൈവേഴ്സിറ്റി, സ്പീഷീസ് ഡൈവേഴ്സിറ്റി, എക്കോളജിക്കൽ ഡൈവേഴ്സിറ്റി. മറക്കരുത്, ജനറ്റിക് ഡൈവേഴ്സിറ്റി അത് ഡൈവേഴ്സിറ്റി വിത്തിൻ ദി സ്പീഷീസ് ആണ്. സ്പീഷീസ് ഡൈവേഴ്സിറ്റി അത് ഡൈവേഴ്സിറ്റി എമംഗ് ദി സ്പീഷീസ് ആണ്. അതേപോലെ എക്കോളജിക്കൽ ഡൈവേഴ്സിറ്റി. ഇത് 3 ലെവൽസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി. ഇൻ എ ഡിബേറ്റ് കണ്ടക്ടഡ് ഇൻ സ്കൂൾ, എ സ്റ്റുഡന്റ് ആർഗ്യൂഡ് ദാറ്റ് എയ്ഡ്സ് ക്യാൻ ബി ട്രാൻസ്മിറ്റഡ് ത്രൂ ടച്ച് ഓർ ഫിസിക്കൽ കോണ്ടാക്ട്. ടച്ചിലൂടെയോ ഫിസിക്കൽ കോണ്ടാക്റ്റിലൂടെയോ ഒക്കെ എയ്ഡ്സ് പകരുമെന്നാണ് ഒരു ഡിബേറ്റിൽ ഒരു സ്റ്റുഡന്റ് ആർഗ്യൂ ചെയ്യുന്നത്. അപ്പൊ നിങ്ങളോട് ചോദിക്കുകയാണ്, എ ഡു യു അഗ്രി വിത്ത് ദിസ് സ്റ്റേറ്റ്മെന്റ്? ഈ സ്റ്റേറ്റ്മെന്റിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾ അത് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യണം. രണ്ടാമത്തത് ബി പാർട്ട്, നെയിം ദി ക്ലിനിക്കൽ ടെസ്റ്റ് യൂസ് ടു ഡയഗ്നോസ് എയ്ഡ്സ്. വളരെ എളുപ്പം ക്വസ്റ്റ്യൻ ആണ്. മൂന്നാമത്തത് റൈറ്റ് എനി 1 മെഷർ ടു പ്രിവെന്റ് എയ്ഡ്സ്. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഡു യു അഗ്രി വിത്ത് ദി സ്റ്റേറ്റ്മെന്റ് എന്നുള്ളത് ഫിസിക്കൽ ടച്ച് കൊണ്ട് ഒരിക്കലും പകരില്ല നിങ്ങൾക്കറിയാം. അപ്പൊ നിങ്ങൾ എന്ത് പറയും? നോ പറയും. ഇനി എങ്ങനെയാണ് അത് പകരുക എന്നുള്ളത് കൂടെ പറഞ്ഞാൽ അത് നിങ്ങൾ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്തു. അപ്പൊ നമുക്ക് എങ്ങനെയൊക്കെ പറയാം? നോ, ഇറ്റ് ഈസ് ട്രാൻസ്മിറ്റഡ് ത്രൂ സെക്ഷൽ കോണ്ടാക്ട് വിത്ത് ഇൻഫെക്റ്റഡ് പേഴ്സൺ, ബൈ ട്രാൻസ്ഫ്യൂഷൻ ഓഫ് കണ്ടാമിനേറ്റഡ് ബ്ലഡ് ആൻഡ് ബ്ലഡ് പ്രോഡക്ട്സ്, ബൈ ഷെയറിംഗ് ഇൻഫെക്റ്റഡ് നീഡിൽസ് ഇൻ ദി കേസ് ഓഫ് ഇൻട്രാവീനസ് ഡ്രഗ് അബ്യൂസേഴ്സ്, അതേപോലെ തന്നെ ഫ്രം ഇൻഫെക്റ്റഡ് മദർ ടു ഹെർ ചൈൽഡ് ത്രൂ പ്ലാസൻഡ. ഈ രീതിയിലൊക്കെയാണ് പകരുക, അല്ലാതെ ഫിസിക്കൽ ടച്ച് കൊണ്ട് പകരില്ല. ഇനി രണ്ടാമത്തത്, ഇതിന്റെ ടെസ്റ്റ് ഏതാണ് എന്നാണ് ചോദിച്ചത്. അത് എലീസയാണ്, എൻസൈം ലിങ്ക്ഡ് ഇമ്മ്യൂണോ സോർബന്റ് അസേ. ഇനി ഇത് പ്രിവെന്റ് ചെയ്യാനുള്ള ഏതെങ്കിലും ഒരു മെഷർ പറയാനാണ് പറയുന്നത്. നിങ്ങൾക്ക് ഏത് വേണേലും എഴുതാം. നേരത്തെ അത് പകരുന്ന രീതി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവോയ്ഡ് സെക്സ് വിത്ത് അൺനോൺ ഓർ മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സ്, അതുപോലെ മേക്കിംഗ് ബ്ലഡ് സേഫർ ഫ്രം HIV ഇൻ ദി കേസ് ഓഫ് ബ്ലഡ് ബാങ്ക്സ്. രക്തദാനത്തിന്റെ സമയത്താണ് ഈ ഒരു സംഭവം പറയുന്നത്. എൻഷുർ ദി യൂസ് ഓഫ്
ഓൺലി ഡിസ്പോസിബിൾ നീഡിൽസ് ആൻഡ് സിറിഞ്ചസ് ഇൻ പബ്ലിക് ആൻഡ് പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് ആൻഡ് ക്ലിനിക്സിലും ഹോസ്പിറ്റൽസിലും ഒക്കെ സേഫ് ആയിട്ടുള്ള നീഡിൽസും ഇഞ്ചക്ഷൻ സിറിഞ്ചസും ഒക്കെ യൂസ് ചെയ്യുക എന്നുള്ളത് വേറൊരു സംഭവമാണ്. അതേപോലെ പ്രൊട്ടക്റ്റഡ് സെക്സ് പ്രൊമോട്ട് ചെയ്യുക, അതായത് ഫ്രീ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് കോണ്ടംസ്, പിന്നെ ഡ്രഗ് അബ്യൂസിനെ കൺട്രോൾ ചെയ്യുക, സെയിം സിറിഞ്ച് യൂസ് ചെയ്യുന്നത്, അതേപോലെ തന്നെ ഡ്രഗ് അബ്യൂസ് കൺട്രോൾ ചെയ്യുക എന്നൊക്കെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാം. മറ്റൊരു കാര്യം പറയാനുള്ളത്, ഇതൊരിക്കലും നമുക്ക് ട്രീറ്റ് ചെയ്ത് മാറ്റാൻ പറ്റാത്തതാണ്. അപ്പോൾ പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. എഗെയിൻ മൈക്രോബ്സ് എന്നാണ്, കംപ്ലീറ്റ് ദി ടേബിൾ ആണ്. ഹിൻസ് കൊടുത്തിട്ടുണ്ട്: ബയോ കൺട്രോൾ, ക്ലോസ്ട്രീഡിയം ബ്യൂട്ടൈലിക്കം, സിട്രിക് ആസിഡ്, ലാക്റ്റിക് ആസിഡ്, ബാക്ടീരിയ. ഒരു സൈഡിൽ മൈക്രോ ഓർഗാനിസം കൊടുത്തിട്ടുണ്ട്, മറ്റേ സൈഡിൽ യൂസ് ഓഫ് മൈക്രോ ഓർഗാനിസവും കൊടുത്തിട്ടുണ്ട്. എയുടെ ഏരിയ ബ്ലാങ്ക് ആണ്, അവിടെ കേർഡ്ലിംഗ് ഓഫ് മിൽക്ക് ആണ്. അത് മിൽക്ക് എന്നുള്ളത് ലാക്ടി നമുക്കറിയാലോ. അപ്പൊ അത് ലാക്റ്റിക് ആസിഡ്, ബാക്ടീരിയ ആണ്. രണ്ടാമത്തത് ബാസില്ലസ് തുറിഞ്ചിയൻസിസ് ആണ്. ബാസില്ലസ് തുറിഞ്ചിയൻസിസ് ബയോ കൺട്രോൾ ഏജന്റ് ആണെന്ന് അറിയാത്ത ആരും ഉണ്ടാവില്ല. BT കോട്ടൺ ഒക്കെ നമ്മൾ ഓർമ്മയിൽ ഉണ്ടാവും. ഇനി അതിൻ്റെ അകത്ത് ആസ്പെർജില്ലസ് നൈഗർ ആണ്, അത് സിട്രിക് ആസിഡ് ആണ് ഉണ്ടാക്കുക. ഇൻ കേസ് അത് കിട്ടിയിട്ടില്ലെങ്കിൽ പ്രൊഡക്ഷൻ ഓഫ് ബ്യൂട്ടൈറിക് ആസിഡ് നടത്തുന്നത് ക്ലോസ്ട്രീഡിയം ബ്യൂട്ടൈലിക്കം ആണ് എന്ന് ഏതൊരാൾക്കും മനസ്സിലാവും. അതുകൊണ്ട് D ഏതാണ്? ക്ലോസ്ട്രീഡിയം ബ്യൂട്ടൈലിക് ആണ്. അപ്പൊ പിന്നെ ആസ്പെർജില്ലസ് നൈഗർ നമുക്ക് എളുപ്പത്തിൽ സിട്രിക് ആസിഡിനോട് കണക്ട് ചെയ്യാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ഏറ്റവും കൂടുതൽ തവണ റിപ്പീറ്റ് ചെയ്യുന്ന മോളിക്കുലാർ ബേസിസിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യനും കൂടിയാണ്. അവിടെ ഒബ്സർവ് ദി ഡയഗ്രാം ഷോയിങ് ലാക് ഓപ്പറോൺ ഇൻ ഈക്കോളൈ. ആവർത്തിക്കുന്നുണ്ട് ലാക് ഓപ്പറോൺ. അവിടെ ഇൻ ദി ആബ്സെൻസ് ഓഫ് ഇൻഡ്യൂസറും കൊടുത്തിട്ടുണ്ട്, ഇൻ ദി പ്രസൻസ് ഓഫ് ഇൻഡ്യൂസറും കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നെയിം ദി ഇൻഡ്യൂസർ എന്നാണ് പറയുന്നത്. ഈ സിസ്റ്റം ഇൻഡ്യൂസ് ചെയ്യുന്നത്, ഓൺ ആവുന്നത് ഇൻ ദി പ്രസൻസ് ഓഫ് ഇൻഡ്യൂസർ ആണ് അല്ലെ. ആര് വരുമ്പോഴാണ് ഈ സിസ്റ്റം ഓൺ ആവുന്നത്? ലാക്ടോസ് വരുമ്പോഴാണ്. അതുകൊണ്ട് എപ്പോഴും ഇതിൻ്റെ അകത്ത് ഇൻഡ്യൂസർ ആരാണ് എന്നുള്ള ചോദ്യം ആവർത്തിച്ച് വരാറുണ്ട്. ഇവിടെ ഇൻഡ്യൂസർ ആരാണ്? ലാക്ടോസ് ആണ്. ഇനി വാട്ട് ഡു ലെറ്റേഴ്സ് ONP ഇൻ ലാക്കോപ്രോൺ സ്റ്റാൻഡ്സ് ഫോർ? എത്ര എളുപ്പത്തിലാണ് ഈ ചോദ്യമൊക്കെ ചോദിച്ചേക്കുന്നത് നോക്ക്. O എന്താണ്? ഓപ്പറേറ്റർ ആണ്, ഓപ്പറേറ്റർ സൈറ്റ് ആണ്. P എന്താണ്? പ്രൊമോട്ടർ ആണ്. സംഭവം എത്ര എളുപ്പത്തിലാണ് ലാക്കോപ്രോൺ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ചോദ്യം ചോദിച്ചേക്കുന്നത്. ഇനി ഗിവൺ ബിലോ എ ടേബിൾ ഷോയിങ് കോഡോൺസ് ഓഫ് വേരിയസ് അമിനോ ആസിഡ്സ്, ഒബ്സർവ് ഇറ്റ് ആൻഡ് റൈറ്റ് ദി നെയിംസ് ഓഫ് എന്നാണ് ചോദ്യം. ഏതിൻ്റെയൊക്കെ നെയിം എഴുതാനാണ് പറയുന്നത്? A സ്റ്റോപ്പ് കോഡോൺ, B ഇനീഷ്യേറ്റർ കോഡോൺ. നമുക്കറിയാം സ്റ്റോപ്പ് കോഡോൺസ് ഏതൊക്കെയാണ്? UAA, UGA, UAG. സാധാരണ കുട്ടികൾ പറയാറുണ്ട് UA, UGA, UAG. ഇത് മൂന്നുമാണ് സ്റ്റോപ്പ് കോഡോൺസ്. ഇനി ഇനീഷ്യേറ്റർ കോഡോൺ ഏതാണ് എന്ന് ചോദിക്കുന്നുണ്ട്. AUG ആണ് ഇനീഷ്യേറ്റർ കോഡോൺ. അതിന് ഡുവൽ ഫംഗ്ഷൻ ഒക്കെ ഉണ്ട്, അത് നിങ്ങൾക്കറിയാം. അത് ഇനീഷ്യേറ്റർ കോഡോണും ആണ്. അതേപോലെ തന്നെ മെഥിയോണിൻ എന്നുള്ള അമിനോ ആസിഡിനെ റെപ്രസെന്റ് ചെയ്യുകയും ചെയ്യും. ഈ ഒരു കോഡോണിന്റെ സാലിയൻ ഫീച്ചേഴ്സ് നമ്മളോട് ചോദിക്കാൻ വളരെ സാധ്യത ഉള്ളതാണ്. ആ ഭാഗം പഠിക്കാതെ പോകരുത്. ഇനി അടുത്തത് മാച്ച് ദി ഫോളോയിങ് ആണ്. കോളം Aയും കോളം Bയും കൊടുത്തിട്ടുണ്ട്. ഹെൽത്ത് ആൻഡ് ഡിസീസിൽ നിന്നാണ് ചോദ്യം. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയും കൂടിയാണ്, പഠിച്ചിട്ടേ പോകാവേ. ഫിസിക്കൽ ബാരിയർ ആണ്. ഫിസിക്കൽ ബാരിയർ എന്ന് പറഞ്ഞാൽ ഫിസിക്കലി തടയുന്ന സംഭവമാണ്. അത് എന്തിനോട് മാച്ച് ചെയ്യും? സ്കിന്നിനോട് മാച്ച് ചെയ്യും. ഫിസിയോളജിക്കൽ ബാരിയർ എന്ന് പറഞ്ഞാൽ സലൈവ ഇൻ മൗത്ത്, അതേപോലെ ലൈസോസൈം, ഇതൊക്കെയാണ് ഫിസിയോളജിക്കൽ ബാരിയർ ആയിട്ട് വരുന്നത്. ഇനി സെല്ലുലാർ ബാരിയർ എന്ന് പറഞ്ഞാൽ അത് ഏതെങ്കിലും ഒരു സെല്ലായിരിക്കുമല്ലോ. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അത് ഏതാണ്? ന്യൂട്രോഫിൽ ആണ്. ന്യൂട്രോഫിൽ സെൽ അല്ലേ. ഇനി സൈറ്റോകൈൻ ബാരിയർ ആണ്. സൈറ്റോകൈൻ ബാരിയർ വൈറസ് ഇൻഫെക്റ്റഡ് സെല്ല് സറൗണ്ടിങ് സെൽസിലേക്ക് ഇന്റർഫെറോൺ എന്ന് പറഞ്ഞ കെമിക്കലിനെ പ്രൊഡ്യൂസ് ചെയ്തുണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എളുപ്പത്തിൽ അറിയാം അതേതാണ്? ഇന്റർഫെറോൺ ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഫസ്റ്റ് ചൈൽഡ് ഓഫ് എ കപ്പിൾ വാസ് അഫക്റ്റഡ് വിത്ത് സിക്കിൾ സെൽ അനീമിയ. ഡ്യൂറിംഗ് ദി സെക്കൻഡ് പ്രഗ്നൻസി they visited a genetic counselor and he prepared a pedigree chart for their family. Identify these symbols used in pedigree chart. ആ ചോദ്യത്തിൽ തുടക്കത്തിൽ പറഞ്ഞ കഥയൊന്നും അതുമായിട്ട് ഒരു ബന്ധമില്ല. നിങ്ങളോട് ആ 4 എണ്ണത്തിന്റെയും 4 സിംബൽസ് റെപ്രസെന്റ് ചെയ്യുന്നത് എന്താണ് എന്ന് മാത്രമാണ് ചോദിച്ചേക്കുന്നത്. എത്ര എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. നമുക്കറിയാം ഒരു മാരേജ് ആണ് അല്ലെ, മെയ്റ്റിംഗ് ആണ്. രണ്ടാമത്തത് എന്താണ്? 2 ലൈൻസ് ഉണ്ട് അല്ലെ, മെയിലിന്റെ ഫീമെയിലിന്റെ ഇടയിൽ. അങ്ങനെയാണെങ്കിൽ അതെന്താണ്? കോൺസാങ്ക്യൂനിയസ് മാരേജ് ആണ്. അതുമല്ലെങ്കിൽ അത് ക്ലോസ് റിലേറ്റീവ്സ് തമ്മിലുള്ള മാരേജ് ആണ്. ഇനി C ഷെയ്ഡ് ചെയ്ത് ഒരു സർക്കിൾ ആണ് കാണിച്ചേക്കുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അതെന്താണ്? ഒരു അഫക്റ്റഡ് ഫീമെയിലിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇനി ഒരു സ്ക്വയർ മാത്രം കാണിച്ചിട്ടുണ്ട്, അത് ഷെയ്ഡ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് അത് അൺഅഫക്റ്റഡ് മെയിൽ ആണ്. വളരെ ഈസി അല്ലേ? ഇനി നോക്കണേ, ഒബ്സർവ് ദി ഡയഗ്രാം ആൻഡ് ആൻസർ ദി ക്വസ്റ്റ്യൻ അബൌട്ട് ഒവിഡക്ട് എന്നാണ്. ഒവിഡക്റ്റുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. എന്നിട്ട് ചോദ്യം ഇതാണ്, ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻ ദാറ്റ് ഹെൽപ്സ് ഇൻ കളക്ഷൻ ഓഫ് ഓവം. അത് നമുക്കറിയാം, ഫലോപ്പിയൻ ട്യൂബിന്റെ ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്?
ഫിംബ്രിയെ എന്നാണ് നമ്മൾ ആ ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസിന് ഓർത്ത് വെക്കുക. ഫിംഗറിന്റെ ഫീ ഒക്കെ ഓർത്ത് വെച്ചാൽ മതി. ഫിംബ്രിയെ. ഇനി പാർട്ട് ഓഫ് ഒവിഡക്ട് വിത്ത് നാരോ ലൂമൻ ആൻഡ് ജോയിൻസ് ദി യൂട്രസ്. യൂട്രസിലേക്ക് ജോയിൻ ചെയ്യുന്ന ഫലോപ്പിയൻ ട്യൂബിന്റെ നാരോ പാർട്ടിന്റെ പേരെന്താണ് എന്നാണ് ചോദിച്ചേക്കുന്നത്. അതിന്റെ പേരാണെന്ത്? എപ്പോഴും ഇമ്പോർട്ടന്റ് പാർട്ടിനോട് ചേരുന്ന കണക്ട് ചെയ്യുന്ന പാർട്ടിനെ നമ്മൾ ഇസ്തമസ് എന്നാട്ടോ വിളിക്കാം. ഇനി ഫണൽ ഷേപ്ഡ് പാർട്ട് ഓഫ് ഒവിഡക്ട് ദാറ്റ്സ് ഇൻ നിയർ ദി ഓവറി. ഓവറിയുടെ ഏറ്റവും അടുത്തുള്ള ഫണല് പോലെ ഓവത്തിനെ റിസീവ് ചെയ്യുന്ന പാർട്ട് എന്താണ് എന്നാണ്. അതിന്റെ പേരെന്താണ്? ഇൻഫെൻഡിബുലം എന്നാണ് വിളിക്കുക കേട്ടോ. ഇനി സൈറ്റ് ഓഫ് ഫെർട്ടിലൈസേഷൻ, ഇതും ആവർത്തിക്കുന്നുണ്ട്. ആംബ്യുളയാണ് ഏത്? സൈറ്റ് ഓഫ് ഫെർട്ടിലൈസേഷൻ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, സ്നാപ് ഡ്രാഗൺ പ്ലാന്റ്സ് ഹാവ് റെഡ് ഫ്ലവേഴ്സ് ആൻഡ് വൈറ്റ് ഫ്ലവേഴ്സ്. ഇഫ് റെഡ് ഫ്ലവേർഡ് പ്ലാന്റ്സ് ആർ ക്രോസ്ഡ് വിത്ത് വൈറ്റ് ഫ്ലവേർഡ് വൺസ്, F1 ജനറേഷൻ പ്രൊഡ്യൂസ് പിങ്ക് ഫ്ലവേഴ്സ്. ചോദ്യത്തിൽ തന്നെ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇത് ആവർത്തിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിക്കണേ. നെയിം ദീസ് പാറ്റേൺ ഓഫ് ഇൻഹെറിറ്റൻസ്. നിങ്ങൾക്കറിയാം, റെഡും വൈറ്റും തമ്മിൽ ക്രോസ് ചെയ്തപ്പോൾ ഒന്നുകിൽ റെഡോ അല്ലെങ്കിൽ വൈറ്റോ ആയിരുന്നു വേണ്ടത്. പക്ഷെ ഇവിടെ എന്താ വന്നത്? പിങ്ക് ആണ് വന്നത്. അങ്ങനെയാണെങ്കിൽ അതിന് റെഡിനോ വൈറ്റിനോ കംപ്ലീറ്റ് ആയിട്ട് ഡോമിനേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ്, കംപ്ലീറ്റ് ആയിട്ട് ഡോമിനേറ്റ് ചെയ്യാൻ പറ്റാതിരിക്കുമ്പോൾ ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് എന്നല്ലേ വിളിക്കുക. റൈറ്റ് ദി ജീനോട്ടിപ്പിക് ആൻഡ് ഫിനോട്ടിപ്പിക് റേഷ്യോ ഓഫ് F2 ആണ്. അത് നമുക്കറിയാം, ക്രോസ് ചെയ്താൽ നമുക്ക് കിട്ടുക എന്താണ്? 2 റേഷ്യോവും 1:2:1 ആണ് അല്ലെ. ഒരു റെഡും 2 പിങ്കും 1 വൈറ്റും ആണ് കിട്ടുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി 2 റേഷ്യോയും 1:2:1 ആയിരിക്കും. ഇനി അടുത്ത ചോദ്യം എവല്യൂഷൻ ആണ്. ഇൻ എ പോപ്പുലേഷൻ ദി അലീൽ ഫ്രീക്വൻസി ഓഫ് എ സ്പീഷീസ് ഈസ് p² + 2pq + q² = 1. ഇതും വളരെ ആവർത്തിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ക്വസ്റ്റ്യൻ ആണ്. എന്നിട്ട് നെയിം ദി പ്രിൻസിപ്പിൾ എന്നാണ്. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേര് ഹാഡി വെയിൻബർഗ് പ്രിൻസിപ്പിൾ എന്നാണ്. ഈ ഹാഡി വെയിൻബർഗ് ഇക്വിലിബ്രിയത്തിനെ അഫക്ട് ചെയ്യുന്ന ഏതെങ്കിലും 3 ഫാക്ടേഴ്സ് ആണ് റെപ്രസെന്റ് ചെയ്യാൻ പറയുന്നത്. എത്ര എളുപ്പത്തിലാണ് ഈ ക്വസ്റ്റ്യൻ ഒക്കെ പോകുന്നത് നോക്ക്. 1 ജീൻ മൈഗ്രേഷൻ അല്ലെങ്കിൽ ജീൻ ഫ്ലോ ആയിട്ട് നമുക്ക് പറയാം. 2 മ്യൂട്ടേഷൻ പറയാം. 3 ജനറ്റിക് റീകോമ്പിനേഷൻ പറയാം. 4 നാച്ചുറൽ സെലക്ഷൻ പറയാം. അതേപോലെ തന്നെ ജനറ്റിക് ഡ്രിഫ്റ്റും നമുക്ക് പറയാം. ഇതെല്ലാം ഹാഡി വെയിൻബർഗ് ഇക്വിലിബ്രിയത്തിനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ്. എല്ലാം തന്നെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു കേട്ടോ. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ഒബ്സർവ് ഗിവൺ ഡയഗ്രാം ഓഫ് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ആൻഡ് ഐഡന്റിഫൈ ദി പാർട്സ് ലേബിൾഡ് ആസ് A, B, C, D. അതിൽ എയും ബിയും സിയും ഒക്കെ വിട്ടുപോയിട്ടുണ്ട്. അത് ഏതൊക്കെയാണ് എന്ന് റെപ്രസെന്റ് ചെയ്യാനാണ് ചോദ്യം. എ കാണുമ്പോഴേ നമുക്കറിയാം അല്ലെ, വാസ്റ്റ് ഡിഫറൻസ് ആണ്. ഇലോങ്ങേറ്റഡ് ആയിട്ടുള്ള കോയിൽഡ് ആയിട്ടുള്ള ആ ട്യൂബാണ് ഏത്? എ. അപ്പൊ എ വാസ്റ്റ് ഡിഫറൻസ് ആണ്. ഇനി ബി നോക്കിയാൽ നമുക്കറിയാം, അത് യുറീത്രയാണ് അല്ലെ. യൂറിനറി ബ്ലാഡറിൽ നിന്നും യൂറിൻ പുറത്തേക്ക് വരുന്ന വഴിയാണ് യുറീത്ര. ഇനി അടുത്ത പാർട്ട് സി ആണ്. അത് എപ്പിഡിഡൈമിസ് ആണ്. കാരണം ടെസ്റ്റിസിന്റെ തൊട്ടടുത്ത്, ടെസ്റ്റിസിന്റെ പുറത്തേക്കുള്ള പാർട്ടാണ് ഏത്? എപ്പിഡിഡൈമിസ്. ഇനി ഡി ആയിട്ട് വരുന്നത് നമുക്കറിയാം, റെറ്റെ ടെസ്റ്റിസ് ആണ്. ഈ പിക്ചറൊക്കെ നല്ലപോലെ പഠിച്ചിട്ട് പോകണം, ഇടക്ക് ആവർത്തിക്കുന്ന ചോദ്യമാണ്. ഇനി നോക്കണേ, ഇൻഫെക്ഷൻസ് ഓർ ഡിസീസസ് വിച്ച് ആർ ട്രാൻസ്മിറ്റഡ് ത്രൂ സെക്ഷൽ ഇന്റർകോഴ്സ് ആർ കളക്റ്റീവ്ലി കോൾഡ് സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻസ്. നെയിം എനി 2 STI, സജസ്റ്റ് എനി 2 മെത്തേഡ്സ് ടു പ്രിവെന്റ് STIs. അപ്പോൾ ഇവിടെ സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻസിനെ പറ്റിയാണ് ചോദ്യം. ഏതെങ്കിലും 2 STI പറയാനാണ് പറയുന്നത്. STIയിൽ നിന്നും ഇഷ്ടം പോലെ ചോദ്യങ്ങൾ നമുക്ക് വരുന്നുണ്ട്. ഗൊണേറിയ, സിഫിലിസ്, ജനൈറ്റൽ ഹെർപ്പസ്, ക്ലമിഡിയാസിസ്, ജനൈറ്റൽ വാർഡ്സ്, ട്രൈക്കോമോണിയാസിസ്, ഹെപ്പറ്റൈറ്റിസ് ബി, HIV, ഇങ്ങനെ ഒരു ലോങ് ലിസ്റ്റ് തന്നെ ഉണ്ട്. ഇതിൽ ഏതെങ്കിലും 2 എഴുതിയാൽ മതി. ഇതിനെ സാധാരണ എഴുതി ചോദിക്കാറുള്ളത് ക്യൂറബിളും നോൺ ക്യൂറബിളും ആയിട്ട് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതും പഠിച്ചു വെക്കണം, ക്യൂറബിൾ ഏതാണ്, നോൺ ക്യൂറബിൾ ഏതാണ്. ഇനി സജസ്റ്റ് എനി 2 മെത്തേഡ്സ് ടു പ്രിവെന്റ് STI ആണ് ചോദിച്ചേക്കുന്നത്. അത് നമ്മൾ പ്രത്യേകം തന്നെ പഠിച്ചിട്ടുണ്ട്. 1 അവോയ്ഡ് സെക്സ് വിത്ത് അൺനോൺ പാർട്ട്നേഴ്സ് ഓർ മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സ്. 2 ആൾവേസ് ട്രൈ ടു യൂസ് കോണ്ടംസ് ഡ്യൂറിങ് കോയിറ്റസ്. ഇന്റർകോഴ്സിന്റെ സമയത്ത് കോണ്ടം യൂസ് ചെയ്യുക എന്നുള്ളത്. 3 ഇൻ കേസ് ഓഫ് ഡൗട്ട്, എന്തെങ്കിലും ഒരു ഡൗട്ട് വന്നു കഴിഞ്ഞാൽ 1 ഷുഡ് ഗോ ടു ക്വാളിഫൈഡ് ഡോക്ടർ ഫോർ ഏർലി ഡിറ്റക്ഷൻ ആൻഡ് ഗെറ്റ് കംപ്ലീറ്റ് ട്രീറ്റ്മെന്റ് ഇഫ് ഡയഗ്നോസ്ഡ് വിത്ത് ഇൻഫെക്ഷൻ. എന്തെങ്കിലും ഇൻഫെക്ഷൻ കണ്ടിട്ടുണ്ടെങ്കിൽ, മനസ്സിലായിട്ടുണ്ടെങ്കിൽ ആ ഏർലിയസ്റ്റ് എന്തും കിട്ടണം, ട്രീറ്റ്മെന്റും കിട്ടണം. ഇതൊക്കെയാണ് STI പ്രിവെന്റ് ചെയ്യാനുള്ള മാർഗങ്ങൾ. ഇതൊക്കെ എളുപ്പത്തിൽ എഴുതാവുന്നതേ ഉള്ളൂ. ഇനി അടുത്തത് കംപ്ലീറ്റ് ദി ഫോളോയിങ് ടേബിൾ ആണ്. ഇതേപോലെ തന്നെയുള്ളൊരു ചോദ്യം നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. ഇത് 3 കാര്യങ്ങളുണ്ട് എന്നുള്ളതാണ് വ്യത്യാസം. ഇവിടെ ക്രോമസോമൽ ഡിസോർഡർ എയും ബിയും കൊടുത്തിട്ടില്ല, കാരിയോടൈപ്പ് C കൊടുത്തിട്ടില്ല, സിംറ്റംസ് D കൊടുത്തിട്ടില്ല. അപ്പൊ നമുക്കൊന്ന് ഫില്ല് ചെയ്താലോ. ട്രൈസോമി 21 ആണ് എന്റെ നേർക്കുള്ളത്, അപ്പോൾ ഉറപ്പ് അത് ഡൗൺ സിൻഡ്രോം ആണ്. ഇനി ഗൈനക്കോമാസ്റ്റിയ ആണ് കൊടുത്തേക്കുന്നത്. ഗൈനക്കോമാസ്റ്റിയ എന്ന് പറഞ്ഞാൽ ഈ ബ്രസ്റ്റ് ഡെവലപ്മെന്റ് ഒക്കെയാണ്, അതായത് മെയിൽ ഫീമെയിൽ ക്യാരക്ടേഴ്സ് വരുന്നതിനാണ്.
അപ്പോൾ അതിന്റെ കാരിയോടൈപ്പ് നമുക്കറിയാം, മെയിൽ ഫീമെയിൽ ക്യാരക്ടേഴ്സ് വരുന്നത് XXY കണ്ടീഷനാണ്. 2 Xും ഒരു Yയും കൂടെ വരുമ്പോഴാണ് മെയിലിന്റെയും ഫീമെയിലിന്റെയും കണ്ടീഷൻസ് ഒരുമിച്ച് വരിക. അതിന്റെ പേര് B എന്താണ്? ക്ലൈൻഫെൽട്ടേഴ്സ് സിൻഡ്രോം ആണ്. അപ്പോൾ B ക്ലൈൻഫെൽട്ടേഴ്സ് സിൻഡ്രോമും C XXY കണ്ടീഷനുമാണ്. അതിൽ C എഴുതുമ്പോൾ ശ്രദ്ധിക്കണം, 44+XXY എന്ന് എഴുതണേ കാരിയോടൈപ്പ്. ഇനി ടേണേഴ്സ് സിൻഡ്രോമിലേക്ക് വരുമ്പോൾ 44+X0 ആണ്. അതിൽ ഇൻകംപ്ലീറ്റ് ഫീമെയിൽ, റൂഡിമെന്ററി ഓവറി, അതേപോലെ തന്നെ ലാക്ക് ഓഫ് സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സ് എന്നൊക്കെ ഏത് വേണമെങ്കിലും അതിന്റെ സിംറ്റംസിൽ നമുക്ക് എഴുതി വെക്കാം. ഇനി അടുത്തത് നേരത്തെ വന്ന ഒരു ചോദ്യം തന്നെ വേറെ രീതിയിൽ ചോദിച്ചേക്കുന്നു. ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി ഈസ് നോൺ സ്പെസിഫിക് ടൈപ്പ് ഓഫ് ഡിഫൻസ് ദാറ്റ് ഈസ് പ്രസന്റ് അറ്റ് ദി ടൈം ഓഫ് ബർത്ത്. Which are the 4 types of barriers involved in innate immunity and mention the one example for each എന്നാണ്. ഇത് നമ്മൾ നേരത്തെ ചെയ്തു കഴിഞ്ഞ സംഭവമാണ്. നിങ്ങൾക്കറിയാം, ഒന്നാമത്തെ ഫിസിക്കൽ ബാരിയേഴ്സ് ആണ്. സ്കിന്നാണ് അതിൻ്റെ ഒരു എക്സാമ്പിൾ. അപ്പോൾ നമ്മൾ പറയുമ്പോൾ സ്കിന്ന് അല്ലെങ്കിൽ മ്യൂക്കസ് കോട്ടിംഗ് ഓഫ് ദി എപ്പിത്തീലിയൽ ലൈനിങ് ഓഫ് റെസ്പിറേറ്ററി, ഗ്യാസ്ട്രോ ഇൻഡസ്റ്റൈനൽ ആൻഡ് യൂറിനോ ജെനൈറ്റൽ ട്രാക്ട്. ഇത് മൈക്രോബ്സിനെ ബോഡിയിൽ ട്രാപ്പ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട് എന്ന് എഴുതി വെക്കാം. ഇനി ഫിസിയോളജിക്കൽ ബാരിയേഴ്സ്, അതായത് സ്റ്റൊമക്കിലെ ആസിഡ്, മൗത്തിലെ സലൈവ, കണ്ണിലെ ടീയേഴ്സ് ഒക്കെ ഇതിന്റെ എക്സാമ്പിൾസ് ആണ്. മൂന്നാമത്തെ സെല്ലുലാർ ബാരിയേഴ്സ് ആണ്. സെർട്ടൈൻ ടൈപ്സ് ഓഫ് ല്യൂക്കോസൈറ്റ്സ്, അതായത് WBC നമ്മളെ ബോഡിയിലെ ഇമ്മ്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പോളിമോർഫോ ന്യൂക്ലിയർ ല്യൂക്കോസൈറ്റ്സ്, PMNLs ഇതിന്റെ ഒരു എക്സാമ്പിൾ ആണ്. മോണോസൈറ്റ്സ്, നാച്ചുറൽ കില്ലർ സെൽസ് ഒക്കെ നമ്മുടെ ടിഷ്യൂവിൽ പ്രൊട്ടക്ട് ചെയ്യുന്ന സെൽസ് ആണ്. ഇനി സൈറ്റോകൈൻ ബാരിയേഴ്സ് ആണ് അടുത്തത്. വൈറസ് ഇൻഫെക്റ്റഡ് സെല്ല് സറൗണ്ടിങ് സെൽസിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന കെമിക്കലാണ് ഇന്റർഫെറോൺ എന്നൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇതും ആവർത്തിക്കുന്നുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, എ വൈഡ് റേഞ്ച് ഓഫ് കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ് ആർ പ്രസന്റ്ലി അവൈലബിൾ. നെയിം 2 സർജിക്കൽ മെത്തേഡ്സ് അഡ്വൈസ്ഡ് ഫോർ മെയിൽ ആൻഡ് ഫീമെയിൽ പാർട്ട്ണർ ആസ് എ ടെർമിനൽ മെത്തേഡ് ടു പ്രിവെന്റ് എനി മോർ പ്രഗ്നൻസീസ്. അതിൽ 2 എണ്ണം ഏതൊക്കെയാണ്? മെയിലിൽ ചെയ്യുന്നതിന്റെ പേര് വാസക്ടമി എന്നാണ്. വാസ് ഡിഫറൻസ് കട്ട് ചെയ്ത് കെട്ടിവെച്ച് പ്രഗ്നൻസി പ്രിവെന്റ് ചെയ്യുന്ന പേരാണെന്ത്? വാസക്ടമി. ഫീമെയിൽ അതിന് പകരം ഫലോപ്പിയൻ ട്യൂബ് കട്ട് ചെയ്ത് ടൈ ചെയ്ത് വെക്കും. അതിനെ വിളിക്കുന്ന പേരാണെന്ത്? ട്യൂബെക്ടമി. ഇതിന്റെ പേരും മെയിൽ ഫീമെയിൽ എന്ന് എഴുതിയാൽ 1 മാർക്കായേ. ഇനി ഗിവ് 2 എക്സാമ്പിൾസ് ഓഫ് കോപ്പർ റിലീസിങ് IUDs ആണ്. എത്ര പ്രാവശ്യമാണ് ഇത് ചോദിച്ചത് നമുക്കറിയില്ല, അതുകൊണ്ട് മറക്കണ്ട. കോപ്പർ T, കോപ്പർ 7, മൾട്ടിലോഡ് 375. ഇനി അടുത്തത് ആവർത്തിക്കുന്ന മറ്റൊരു ചോദ്യമാണ്. The following diagram shows central dogma in molecular biology. Write the name of process represented A and B ആണ്. ഇത് എത്രയോ തവണ ആവർത്തിച്ചിട്ടുണ്ട്. ഏറ്റവും എളുപ്പമുള്ള ചോദ്യമാണ്. DNA തന്നെ ഉണ്ടാകുന്ന പ്രോസസ്സിനെ റെപ്ലിക്ക ഫോം ചെയ്യുന്നതിനെ റെപ്ലിക്കേഷൻ എന്നാണ് വിളിക്കുക. DNA കോഡ് മാറ്റി mRNA കോഡ് ചെയ്യുന്നതിനെ, അതായത് DNA നിന്നും RNA ഫോം ചെയ്യുന്നതിനെ നമ്മൾ ട്രാൻസ്ക്രൈബ് ചെയ്യുക, ട്രാൻസ്ക്രിപ്ഷൻ എന്നാണ് വിളിക്കുക. അതേപോലെ മെസഞ്ചർ RNA നിന്നും പ്രോട്ടീൻ നിർമ്മിക്കുന്നതിന്, അതായത് RNA കോഡിംഗ് സീക്വൻസിനെ നമുക്ക് കണ്ടാൽ മനസ്സിലാവുന്ന പ്രോട്ടീനാക്കി മാറ്റുന്ന പ്രോസസ്സിന്റെ പേരാണ് എന്ത്? ട്രാൻസ്ലേഷൻ. അപ്പോൾ ഇത്രയും 2 മാർക്കിന്റെ ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഒരുപാട് അറിവുകൾ നിങ്ങൾക്ക് ഒരുമിച്ച് കിട്ടിയിട്ടുണ്ടാവും. അത് തീർച്ചയായിട്ടും എക്സാമിനേഷനിൽ മാർക്കായിട്ട് മാറട്ടെ. ഇനി 3 മാർക്കിന്റെ ചോദ്യങ്ങളുമായി നമ്മൾ വീണ്ടും കാണും. ബൈ.